വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 6th സെമസ്റ്റർ BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ 6th സെമസ്റ്ററിലെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള അർബൻ എക്കണോമിക്സിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഫസ്റ്റത്തേത്. 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് of 1992 provide a framework for the decentralization of powers to urban local bodies. അർബൻ ലോക്കൽ ബോഡീസിന് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ നൽകുന്ന അമെൻമെന്റ് ആണ് 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. എൻഷുറിംഗ് സിസ്റ്റം ഓഫ് അർബൻ ഗവൺമെന്റ് ത്രൂ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആൻഡ് ഡിവല്യൂഷൻ ഓഫ് പവർ ടു മുനിസിപ്പാലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ ഏരിയയിലേക്ക് ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ബോഡി ഉണ്ടാക്കുക. അതാണ് നമ്മൾ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിനെന്ത് പറയാ? 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടോൺമെന്റ് ബോർഡ്. കണ്ടോൺമെന്റ് ബോർഡ് ആർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് ആൻഡ് ദാറ്റ് ഗവേൺ ഏരിയ ഡെസിഗ്നേറ്റഡ് ആസ് എ കണ്ടോൺമെന്റ്. ഒരു കണ്ടോൺമെന്റ് ഏരിയ ഉണ്ടാവും, അതിന് ഗവേൺ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണെന്ന് പറയാം, അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന്, കണ്ടോൺമെന്റ് ബോർഡ് എന്ന് പറയാം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഹൗസിംഗ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്, ടിപ്പിക്കലി അതൊരു മിലിറ്ററി ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമായിട്ടാണ് അത് എടുക്കാറുള്ളത്. ദേ പ്രൊവൈഡ് സിവിൽ സർവീസസ് ലൈക്ക് വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്ത അർബൻ ക്രൈം. അർബൻ ക്രൈം റെഫേഴ്സ് ടു ക്രിമിനൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ ഒക്കർ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റി അർബൻ ക്രൈം എന്ന് പറയാം. ഓഫൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ് ലൈക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, സോഷ്യൽ ഇനീക്വാലിറ്റി. അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡെൻസിറ്റി, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. ഇനി അർബൻ ലോക്കൽ ബോഡീസ്. അർബൻ ലോക്കൽ ബോഡീസ് ആർ ലോക്കൽ ബോഡീസ് institution responsible for urban administration and service such as public health, infrastructure, urban planning. അർബൻ അഡ്മിനിസ്ട്രേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം, അർബൻ ലോക്കൽ ബോഡീസ് എന്ന് പറയാം. മുനിസിപ്പാലിറ്റീസ്, മുനിസിപ്പൽ കോർപ്പറേഷനുകളൊക്കെ അതിന് ഉദാഹരണമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ is a local government body responsible for managing and administrating city or large town. സിറ്റി or large ടൗൺ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ലോക്കൽ ഗവൺമെന്റ് ബോഡിയാണ് എന്ത്? മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയാം. ഓവർസീയിങ് എസെൻഷ്യൽ സർവീസ് സച്ച് ആസ് വാട്ടർ, സാനിറ്റേഷൻ, റോഡ്, ഹെൽത്ത്, ഇതൊക്കെ ഇവരാണ് ഇവിടെയുള്ള ആളുകൾക്ക് നൽകേണ്ടത്. ആ സൗകര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്ന ആളുകളാണ് അതിന്റെ കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ടൗൺഷിപ്പ്. Township is a planned community or settlement that can include residential, commercial, sometimes industrial area. ഒരു പ്ലാൻഡ് കമ്മ്യൂണിറ്റി സെറ്റിൽമെന്റ് ആണ് ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് സംടൈംസ് ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരിക്കും ഓഫൻ ഡെവലപ്ഡ് ടു പ്രൊവൈഡ് ബേസിക് അമെനിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അടുത്ത പോർട്ട് ട്രസ്റ്റ് ഈസ് എ ഗവേണിംഗ് അതോറിറ്റി റെസ്പോൺസിബിൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് സീ പോർട്ട്, എൻഷുറിംഗ് ദ എഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് പോർട്ട് സർവീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പോർട്ട് ട്രസ്റ്റ് എന്ന് പറയുന്നത് സീ പോർട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഗവേണിംഗ് അതോറിറ്റി എന്ന് പറയാം പോർട്ട് ട്രസ്റ്റ് എന്ന് പറയുന്നത്. പോർട്ട് സർവീസും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറുകളും എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്തം. സ്പെഷ്യൽ പർപ്പസ് ഏജൻസി. സ്പെഷ്യൽ പർപ്പസ് ഏജൻസി is a governmental or semi-governmental organization created to address specific urban development needs such as housing, transport and or environmental issue within defined area. സ്പെഷ്യൽ പർപ്പസ് ഏജൻസി എന്ന് പറയാൻ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അർബൻ ഡെവലപ്മെന്റിലെ സ്പെസിഫിക് ആയിട്ടുള്ള അർബൻ ഡെവലപ്മെന്റ് നീഡ്സ് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ള ഹൗസിംഗ് മേഖലയിലുള്ള പ്രശ്നങ്ങൾ, ട്രാൻസ്പോർട്ട് മേഖല അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഇഷ്യൂ വിത്തിൻ ഡിഫൈൻഡ് ഏരിയ. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി is a local governing body established for a specific urban or semi-urban area that is not yet classified as a municipality but needs administrative management for development. നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ലോക്കൽ ഗവേണിംഗ് ബോഡിയാണ്. സ്പെസിഫിക് അർബൻ ഓർ സെമി അർബൻ ഏരിയയിലെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡിയാണ്. ഇത് ഒരു ക്ലാസിഫൈഡ് മുനിസിപ്പാലിറ്റിയിൽ ക്ലാസിഫൈഡ് ചെയ്തിട്ടില്ല, പക്ഷെ ബട്ട് നീഡ്സ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഫോർ ഡെവലപ്മെന്റ്. ഇനി സ്ലംസ് ആൻഡ് സ്ലം ഡ്വല്ലേഴ്സ്. സ്ലംസ് ആർ densely populated informal urban area characterized by inadequate infrastructure, poor living condition and limited access to basic service. എന്ന് പറഞ്ഞാൽ സ്ലംസ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ അർബൻ ഏരിയ ആണ്. അർബനോട് ചേർന്നിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. ക്യാരക്ടറൈസ്ഡ് ബൈ ഇനാഡിക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. അവിടെ ആവശ്യത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കില്ല. പുവർ ലിവിങ് കണ്ടീഷൻ, ആളുകളൊക്കെ വളരെ ശോചനീയ കണ്ടീഷനിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ബേസിക് സർവീസുകളൊക്കെ ഇവർക്ക് ആക്സസ് ചെയ്യാൻ
കഴിയുന്നുണ്ടാവില്ല. നമുക്കൊക്കെ പല കോളനികളിൽ അർബനോട് ചേർന്നിട്ടുള്ള ചെറിയ സ്ലംസുകളൊക്കെ നമ്മൾ കണ്ടിട്ടാണ്. സ്ലം ഡ്വല്ലേഴ്സ് ആർ പീപ്പിൾ ഹു റിസൈഡ് ഇൻ ദിസ് ഏരിയ ഓഫ് എ ലിവിങ് പോവർട്ടി. ഈ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളെ എന്താ പറയാ, സ്ലം ഡ്വല്ലേഴ്സ് എന്ന് പറയാം. Urban poverty. Urban poverty refers to condition where individual or community in urban area live below poverty line. Below poverty line urban area ജീവിക്കുന്ന ആളുകളെ എന്ത് പറയാ, അതിനെ എന്ത് പറയാ, അർബൻ പോവർട്ടി എന്ന് പറയുക. സ്ട്രഗ്ലിംഗ് വിത്ത് ഇനാഡിക്വേറ്റ് ഹൗസിംഗ്, ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, വീടില്ലാത്ത അവസ്ഥ, എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആക്സസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കാത്ത അവസ്ഥ. ഇനി സ്വച്ഛ് ഭാരത് മിഷൻ. സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഇൻ 2014 with aim eliminating open defecation, promoting cleanliness, ensuring sanitation facility across India, urban and rural area. Urban and rural area സാനിറ്റേഷൻ ഫെസിലിറ്റി എൻഷുർ ചെയ്യുക, ക്ലീൻനെസ് പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മിഷനാണ് സ്വച്ഛ് ഭാരത് മിഷൻ. സ്പെഷ്യൽ areas improvement trust. Special areas improvement trust is a body set up by the government to focus on development and improvement of specific area. ഒരു സ്പെസിഫിക് ഏരിയയുടെ ഇംപ്രൂവ്മെന്റിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ബോഡിയാണ് സ്പെഷ്യൽ ഏരിയ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റ്. ഓഫർ റിലേറ്റഡ് ടു സ്ലം റീഹാബിലിറ്റേഷൻ. സ്ലമ്മിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അർബൻ റിന്യൂവൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.